ഗൂഗിൾ പേയിൽ കയറിയ ശേഷം ആപ്പ് മോഡിൽ നമ്മൾ ഗൂഗിൾ പേയിലെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ഉണ്ട്. നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ സ്ക്രീൻഷോട്ട് എടുക്കാനോ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു ഫോണിലെടുത്ത ഫോട്ടോയാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ ഗൂഗിൾ പേയിലെ മോഡിൽ സെർച്ച് ബാറിൽ കേരള ഫൈബർ ഒപ്റ്റിക് എന്ന് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ കെ ഫോണിൻ്റെ ബിൽ പേയ്മെൻറ്റിൻ്റെ ബിസിനസ് അത് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ മൊബൈൽ നമ്പറോ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ യൂസർ നെയിമോ നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഞാനിപ്പോൾ എൻ്റെ ഇവിടെ വീട്ടിലെ യൂസർ നെയിമാണ് ഞാൻ കൊടുക്കുന്നത്. ഞാനിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കേണ്ട ഓപ്ഷനിലാണ്. ഞാൻ ഇവിടെ ഹോം എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഇവിടെ ഇങ്ങനെ കാണിക്കും, യൂസർ നെയിമും പേരും. ഇതിൽ നമുക്ക് എത്രയാണ് ബില്ല് വരുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. പേ ബില്ല് കൊടുത്ത് നമ്മുടെ പേ ബില്ല് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പാസ്വേഡ് മീൻസ് UPIൻ്റെ പാസ്വേഡ് ഇതടിക്കുക, പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവും. നേരത്തെ നമ്മൾ കെ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ വഴിയായിരുന്നു റീചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഗൂഗിൾ പേയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതോടുകൂടി റീചാർജ് ചെയ്യാനുള്ള എളുപ്പവും ആയിട്ടുണ്ട്, കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട്. നിങ്ങൾ കെ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. റീചാർജ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. കെ ഫോണിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കൂടി ലഭിക്കുന്നതാണ്. സബ്സ്ക്രൈബർ യുവർ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രിപ്ഷൻ റിന്യൂഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നെക്സ്റ്റ് റിന്യൂ ചെയ്യേണ്ട ഡേറ്റും അടക്കം അവിടെ വരുന്നുണ്ട്. എത്ര രൂപയാണ് കട്ടായതെന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് മെസ്സേജ് വഴി നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലോട്ട് നമുക്ക് കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.